ഹലോ ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോഴേ ഈ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണി ഒക്കെ തിന്ന് മടുത്തിരിക്കുകയാണല്ലേ നമ്മൾ. അപ്പോൾ എന്തായാലും ഒരു മീൻ ബിരിയാണിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കോളി. അപ്പോൾ അതിലേക്കുള്ള മസാലക്കൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ നമ്മളെ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും ഇട്ട്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കുറച്ച് കോൺഫ്ലവറും ചെറുങ്ങം നാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു മസാലക്കൂട്ടാണ് കേട്ടോ. എന്തായാലും ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്തെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. അപ്പൊ നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ട് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ആ മീൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ ആ മീൻ കിടന്ന് പൊരിയുന്ന സമയത്തുണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മസാല തേക്കുന്നത്. അപ്പൊ ഒരുവിധം നല്ലപോലെ പൊരിഞ്ഞെടുത്തിട്ടുണ്ട്, പൊടിയാതെ പൊരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് മസാലയും കൂടി റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മളെ കയ്യിലുള്ള ആ മീനിന്റെ അതുപോലെ തന്നെ റൈസിന്റെ ഒക്കെ അളവിനനുസരിച്ചാണ് കേട്ടോ ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ അത് നല്ലപോലെ ഉള്ളി വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് വാട്ടിയെടുക്കുക കേട്ടോ. ആ വാടി വരുന്ന സമയത്ത് നമുക്ക് എന്താക്കണം, കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പൊ നല്ലപോലെ ആ തക്കാളി നമുക്ക് ഇനി ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. കുറച്ച് സമയം മൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ തക്കാളി അങ്ങ് വഴണ്ടി കിട്ടിക്കോളും. അങ്ങനെ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനാവശ്യമായ സാധനങ്ങളെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നല്ല കുരുമുളക് പൊടിയും, പിന്നെ നമ്മളെ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല ആണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മൾ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യമായ നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തത് എന്തിനാണെന്നറിയാം, നമ്മൾ ഈ പൊരിക്കുന്ന സമയത്തെ കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാം, ഈ മീൻ ഇതിലിട്ട് ചെറുതായിട്ടൊന്നിങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്താണ് ആ മസാലക്ക് നല്ലൊരു മീനിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴാണല്ലോ മീൻ ബിരിയാണി എന്ന് പറയാൻ പറ്റുള്ളൂ. മീനിന്റെ ടേസ്റ്റ് വേണ്ടേ മീൻ ബിരിയാണിക്ക്. അപ്പൊ എന്തായാലും അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ബിരിയാണി നെയ്ച്ചോറ് വെക്കാൻ നേരത്ത് കുറച്ച് ഉള്ളി പൊരിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച മീനും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് മൂടി അങ്ങ് വെക്കുക കേട്ടോ. പിന്നെ നമ്മളെ നെയ്ച്ചോറിന്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നെയ്ച്ചോറ് വെക്കാൻ അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ. അപ്പോൾ നെയ്ച്ചോറും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങ് ദമ്മ് ഇട്ടിട്ട് അങ്ങ് ഉഷാറാക്കി അങ്ങ് വെക്കാം കേട്ടോ. എന്നിട്ട് ആ ദമ്മ് ഇട്ടതിന് ശേഷം കുറച്ച് എൻ്റെതായിട്ടുള്ള കുറച്ച് അലങ്കോല പണികളൊക്കെ ഉണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പും അണ്ടിപ്പരിപ്പും അതുപോലെ ഉള്ളി പൊരിച്ചതൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊരു കളറൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മസാല നമ്മളിതിൽ ബാക്കി വെക്കുന്നുണ്ടോ. ആ ചോറും ദമ്മിടുന്ന സമയത്ത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് അവസാനത്തെ അലങ്കോല പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളെ മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ മീൻ ബിരിയാണി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി കേട്ടോ. ബൈ.